സ്റ്റോറി ഒരുപാട് കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. എന്നിരുന്നാലും അത്രയ്ക്ക് ലൈക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല. ക്ലിയർലി പറഞ്ഞ മൂവിയെ പറ്റി ക്ലിയർ ഒരു ഐഡിയ ഇല്ല, അതാണ്. കൊള്ളാം, അതിനേക്കാളും കൊള്ളാം, ഫസ്റ്റിനേക്കാളും. ക്ലിയർലി പറഞ്ഞ മൂവിയെ പറ്റി ക്ലിയർ ഒരു ഐഡിയ ഇല്ല, അതാണ് പറയുന്നത്. സോ പടം എനിക്ക് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊള്ളാം, ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു സ്റ്റോറി ബേസ് ഒക്കെ ആണെങ്കിൽ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. എന്നിരുന്നാലും അത്രയ്ക്ക് ലൈക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല. മേക്കിംഗ് ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണത്തില്ല. ബട്ട് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഗ്രാഫിക്സ് ബേസ് അത്യാവശ്യം നല്ല അടിപൊളി തന്നെയായിരുന്നു. സൗണ്ട് ക്വാളിറ്റി എല്ലാം അവർ പക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഫർദർ പാർട്സ് വരാൻ സാധ്യതയുണ്ട്. സ്റ്റോറി ഒരുപാട് കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല പടം. ഇനിയും ഒരു വേട്ടയാണ് ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, ഇത് തന്നെ കൊള്ളാം. ഫസ്റ്റ് കുറച്ച് ലാഗായിപ്പോയി. ഫസ്റ്റ് വെച്ച് ഞാൻ പറയുമ്പോൾ സെക്കൻഡ് കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. മേക്കിംഗ് വൈസൊക്കെ നല്ല പടമാണ്. കൊള്ളാം, നല്ല മൂവി. കൊള്ളാം, നല്ല ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല മൂവിയാണ്. അങ്ങനെ എനിക്ക് തോന്നിയില്ല, അങ്ങനെ കൊള്ളായിരുന്നു. ലാസ്റ്റൊക്കെ ഒരു 15 മിനിറ്റ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാടുണ്ട്. കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതെ, ഫ്രെയിം ബൈ ഫ്രെയിം അത്ര ബ്യൂട്ടിയാണ്. ഭയങ്കര സംഭവമായിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ പടത്തിന് ആളില്ല എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളും കുറച്ചും കൂടെ സ്റ്റോറി കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. അതാ പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടിട്ട് ഇന്നലെ ഞാൻ ഒന്നും കൂടെ കണ്ടിട്ടാണ് സെക്കൻഡ് കാണാൻ വന്നത്. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. ഇനിയും മേ ബി ഒരു തേർഡ് വരാൻ ചാൻസ് ഉണ്ട്. പടം കഥ സ്റ്റോറി എൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക. സിനിമ വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ചും കൂടെ എന്ന് വെച്ചാൽ അവർ ഗ്രാൻഡായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ പോയി കാണുക തന്നെ വേണം. അതിൻ്റെ ഒരു 4K എഫക്റ്റും സൗണ്ട് ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. ഫസ്റ്റിനെക്കാളും കുറച്ചും കൂടെ മേക്കിങ്ങിൽ നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു ആൾക്കാർ അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ തിമോത്തി ആണെങ്കിലും സെൻഡായൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നന്നായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല ഒരു സ്കോപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. കൊള്ളാം. എനിക്ക് പേഴ്സണലായിട്ട് വെറുതായിട്ട് തോന്നി. ഇതിനെ അത്യാവശ്യം ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇത് കുറച്ച് എനിക്ക് പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പകുതിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഒരു ലാഗ് പതുക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവർ അവസാനമൊക്കെ എത്തുമ്പോൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളി. നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെയിം നല്ല കൊള്ളായിരുന്നു. ഡയറക്ഷനൊക്കെ ഒക്കെ ആയിരുന്നു. സ്റ്റോറി നല്ല ക്യാപ്റ്റിവേറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റിനെക്കാട്ടി കൊള്ളായിരുന്നു ഒരുവിധം. നല്ല ക്യാപ്റ്റിവേറ്റിംഗ് ആയിരുന്നു. വിഷ്വലോഗ്രാഫായിരുന്നു, നൈസായിരുന്നു. അടിപൊളി കൊള്ളാം, അടിപൊളി കേട്ടോ. ഫസ്റ്റ് പോലെ തന്നെ സെക്കൻഡും അതേ പ്രോമിസിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ സിൻ്റെ അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തെങ്കിലും അടിപൊളി ഫിലിമാണ്. സെക്കൻഡ് പൊളിയാണ്. അതുപോലെ തന്നെ വർക്കും ഗ്രാഫിക്കും ഒരു രക്ഷയില്ല. ഫസ്റ്റ് നമ്മൾ കണ്ടുപോലെ തന്നെ അതിൻ്റെങ്കിലും ഒരു ഡബിൾ ഇമ്പാക്റ്റാണ് ഈ സിനിമ ആയിട്ടുള്ളത്. നല്ല രസമുണ്ട്. കുറച്ച് വർഷം ഇതുള്ളെങ്കിലും അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. ഫസ്റ്റ് ഞാൻ കുറച്ചുകൂടെ പേസ് കൂട്ടിയിട്ടുണ്ട്, അത്ര ലാഗ് തോന്നിക്കത്തില്ല. പിന്നെ മ്യൂസിക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഒരു ബെസ്റ്റ് സീക്വലാണ്. എടുത്തു പറയാൻ ആക്ഷൻ സീക്വൻസ് നല്ല